ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുടയിലേക്കും ഹോഴ്സ് റൈഡിങ്ങുമാണ് പറയാൻ പോകുന്നത്. കൊടൈക്കനാലിലെ മുമ്പത്തെ 2 വീഡിയോസ് കാണണമെങ്കിൽ മുകളിലുള്ള കാർഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊടൈക്കനാൽ ലേക്ക് ഇതൊരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കൊടൈ ലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ലേക്കാണ് ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ സർ ഹെൻറി ലെവിംഗെ, കളക്ടർ ഓഫ് മദുരൈ ഇൻ 1863. കൊടൈക്കനാൽ ലേക്കിൻ്റെ സ്ട്രക്ചർ ഒരു സ്റ്റാർ ഷേപ്ഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് 60 ഏക്കറിലാണ് ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടിംഗ് ആണ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആയത്. അവിടെ റൗളിംഗ് ബോട്ടിൽ, പെഡൽ ബോട്ടിംഗ്, പിന്നെ എന്താ ഷിക്കാര, അതുപോലെ ഫെറി, എല്ലാ സർവീസസ് ഉണ്ട്. എല്ലാത്തിനും പ്രത്യേകം വേറെ പ്രൈസ് ചാർജുകളാണ് ഉള്ളത്. റേറ്റുകൾ വരുന്നത് 2 സീറ്റർ പെഡൽ ബോട്ട് ആണെങ്കിൽ 30 മിനിറ്റിന് 200 രൂപയാണ്. അതേപോലെ 4 സീറ്റർ പെഡൽ ബോട്ട് ആണെങ്കിൽ 300 രൂപ, അതും 30 മിനിറ്റിന് തന്നെ. അതേപോലെ 6 സീറ്റർ റോബോട്ട് ഉണ്ടെങ്കിൽ 450 രൂപ, അത് 20 മിനിറ്റിനാണ്. ഞങ്ങൾ അതിലാണ് കേട്ടോ കയറിയത്. പിന്നെ 2 സീറ്റർ ഷിക്കാര ഉണ്ട് ബോട്ട്, അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. 30 മിനിറ്റിന് 600 രൂപയാണ്. പെഡൽ ബോട്ടിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു റൗളിംഗ് ബോട്ടാണെന്ന് തോന്നുന്നു, അതായിരിക്കും നല്ലത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് മാത്രമല്ലാണ്ട് പല ഓഫേഴ്സ് കാട്ടുന്നുണ്ട്. അത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ആ ഓഫേഴ്സും പാക്കേജും എടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ അധികം പേരാണെങ്കിൽ ഈ 6 പേരുടെ ഒക്കെ ചെയ്യണതായിരിക്കും. 2 സീറ്ററൊക്കെ എല്ലാവരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിരുന്നത്. പിന്നെ നമ്മൾ രാവിലെ തന്നെ വേഗം എത്താൻ നോക്കണം. എന്താ വെച്ചാൽ ടിക്കറ്റ് എടുക്കാനും, ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ്, ഈ ഒരു ബോട്ട് പോയാൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. കണ്ടമാനം ബോട്ട്സ് ഉണ്ട്, എന്നാലും നമ്മൾ കുറേ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കനെ ബോട്ടിങ്ങിലൊക്കെ കയറി എൻജോയ് ചെയ്തു കേട്ടോ. അതൊരു നല്ല രസമായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല പെരും മഴ പെയ്തു. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു നല്ലൊരു കുഞ്ഞി ഫൗണ്ടനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. മോനും അതെ നല്ല ഇഷ്ടമായി, ചെറിയ മോനും. അവനിങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താണ് എന്നുള്ളത് വെച്ച്. അവർ ബോട്ടിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറയും, അനങ്ങരുത്, ഇടയ്ക്ക് വെച്ച് എനിക്കരുത്. പിന്നെ അവർ നമ്മളുടെ വെയിറ്റൊക്കെ അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തണത്. അപ്പോൾ അവർ പറയുന്ന ഗൈഡ് ലൈൻസൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് ഹെൽത്ത് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതാണല്ലോ. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ ഉണ്ടാവും. അവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് എല്ലാം പ്രിൻറ്റ് ചെയ്ത് തരുള്ളൂ. നമ്മുടെ മൊബൈലിലേക്കോ അങ്ങനെ ഒന്നും തരില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെ ഒരു ഹ്യൂജ് സ്ട്രീറ്റ് ഷോപ്പിംഗ് തന്നെ ഉണ്ട്. കുറേ സ്റ്റാളുകളുണ്ട്. മിക്കയിലും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും വൂളൻ ക്ലോത്ത്സും അങ്ങനെയൊക്കെ ഒരുപാട് കടകൾ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ട് നടക്കാൻ തന്നെ 1 കിലോമീറ്റർ ഉണ്ടാവും ചിലപ്പോൾ ആ മാർക്കറ്റൊക്കെ. ഇങ്ങനെ കണ്ട് നടന്ന് ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അവിടെ പോയി. ഹോഴ്സുകൾ അവിടെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത്. എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയില്ല. പേടിയായിട്ടായിരുന്നു തോന്നുന്നു. വലിയ കാര്യത്തിൽ ചാടിക്കയറിയൊക്കെ ഇരുന്നു, പക്ഷേ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവർ തോന്നിയ പോലെ കാശുകളൊക്കെയാണ് പറയണത്. അവർക്ക് എല്ലാവരും ഒരുവിധം എനിക്ക് തോന്നുന്നു അവർ 1 കിലോമീറ്ററിന് 100 രൂപ, ഹാഫ് കിലോമീറ്ററിന് 50 രൂപ, 1 അവറിന് 500 രൂപയൊക്കെയാണെന്നാണ് എഴുതി വെച്ചിരിക്കണം. അതുപോലെ ഒന്നല്ല, അവർ തോന്നുന്ന പോലെയാണ് അവർ പറയണത്. പിന്നെ ഭയങ്കര സെക്യൂരിറ്റിയോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഹോഴ്സ് റൈഡിങ് പോലെ സൈക്ലിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുണ കേവിലേക്ക് പോകാമെന്ന് വെച്ച്, പൈൻ ഫോറസ്റ്റും ഗുണ കേവിലേക്കും പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളിരുന്നു. പക്ഷേ ബ്ലോക്കിൽ പെട്ട് കാറിലിരിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ. കാറ് ഞരങ്ങിയാണ് നീങ്ങുന്നുണ്ടായിരുന്നത്. അമ്മാതിരി ബ്ലോക്കായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ പോണ വഴിക്ക് കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു. കുറേ കുരങ്ങന്മാരും, കുഞ്ഞുമോൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുമായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് കുരങ്ങനെയൊക്കെ കണ്ടത്.
അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പെട്ട് അവസാനം ഞങ്ങൾ ഗുണ കേവിൻ്റെ അവിടെ എത്തി. എൻ്റെ പൊന്നെ, കോട അങ്ങോട്ട് തുടങ്ങിയിട്ട് അപാര കോടയായിരുന്നു. നമ്മൾ നോക്കിയിരിക്കലും മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരണം. എന്ത് രസമാണെന്നോ. അവിടെ എത്തിയപ്പോൾ അവർ പറയാ കയറാൻ പറ്റൂല എന്ന്, സമയം കഴിഞ്ഞു എന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ, ചറ ഫോട്ടോ എടുത്തു. എന്താണെന്ന് വെച്ചാൽ നാളെ വരുമ്പോൾ ഈ വൈബ് ആവണം എന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വേഗം നാളെ വരാമെന്നുള്ള പ്ലാനിൽ വേഗം അങ്ങോട്ട് സ്ഥലം വിട്ടു.